നിങ്ങളിൽ ഒരാളും മരിക്കരുത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ള നേരത്തല്ലാതെ, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ള നേരത്തല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കരുത്. നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലല്ലാതെ നിങ്ങളിൽ ഒരാളും ആ നേരത്തല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കരുത്. അപ്പോൾ മരിക്കുന്ന നേരത്തെ അള്ളാഹുവിനെ പറ്റി നല്ല വിചാരം ഉണ്ടാവണം. എപ്പോ മരിക്കണം, എപ്പോ അറിയും, എപ്പോഴും പിന്നെ മരിക്കാല. അതിനൊരു അർത്ഥാണ് എന്ത്? സദാസമയം അള്ളാഹുവിനെ പറ്റി നല്ല വിചാരം ഉണ്ടായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാൾ മരിക്കരുത്. എന്തുകൊണ്ട്? നല്ല വിചാരത്തിലെല്ലാം മരിച്ചാൽ അവന്റെ കാര്യം പോക്ക. ലോകത്തിനെ കാത്തിരക്ഷിക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ. ഒരു മനുഷ്യന് ഈ ലോകത്ത് ലഭിക്കേണ്ടതും പരലോകത്ത് ലഭിക്കേണ്ടതുമായ കാര്യങ്ങളില്ല. അവന്റെ അധ്വാനങ്ങളിലൂടെ സ്വന്തം എനർജി ചെലവഴിച്ച്, കാലം സമയം ചെലവഴിച്ച്, എനർജി അവൻ്റേതു മാത്രമായി ചെലവഴിച്ച് അവൻ ഈ ലോകത്തും പരലോകത്തും ആവശ്യമായതെല്ലാം നേടിയെടുക്കാൻ 100% കഴിയില്ല. അപ്പോൾ പിന്നെ അയാൾക്ക് ഔദാര്യമായി ലഭിക്കേണ്ടി വരും. ഈ ഔദാര്യം 2 തലത്തിൽ വരാം. 1 ദൈവികമായ ഔദാര്യം, 2 പൈശാചികമായ ഔദാര്യം. നല്ലപോലെ ചിന്തിക്കണം. അതിന്റെ ഒരു ഫണ്ടമെന്റൽ ബേസ്. ഒരു മനുഷ്യന് ഈ ലോകത്ത് പലതും വേണം ജീവിക്കണമെങ്കിൽ, പരലോകത്ത് ഏതായാലും വേണം. അത് അവന്റെ അധ്വാനം കൊണ്ട്, അവൻ്റേത് മാത്രം കൊണ്ട് നേടിയെടുക്കാൻ 100% കഴിയും. എനിക്ക് വേണ്ടതെല്ലാം എന്നെ കൊണ്ടാവുന്നു, കഴിയില്ല. ഇന്ന് പ്രഭാതത്തിന് ശേഷം തന്നെ ഞാൻ ഈ ഇരിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുടെ ഫലമാണ് ഞാൻ ഇരിക്കുന്നത്. എന്റേത് അതിൽ 100-ൽ പോയിട്ട് 1000-ൽ ഒരളവിൽ ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ടി വരും. അയാൾക്ക് ഔദാര്യമായി ലഭിക്കും. ഔദാര്യം 2 തരത്തിൽ വരാം. 1 ദൈവികമായി ഔദാര്യമായി നേരിട്ട്, 2 പിശാചിന് അള്ളാഹു കൊടുത്ത ഒരു ഔദാര്യം. അത് അയാൾ നമുക്ക് അയാളുടെ ചില താല്പര്യത്തിന് വേണ്ടി ഉദാരമായി നൽകുന്നു. ഈ 2 വഴിയല്ലാതെ കിട്ടൂല. 1-ാമത്തെ വഴി അംഗീകൃതവും ലീഗലി വഴിയാണ്, 2-ാമത്തെ ഇല്ലീഗലി വഴിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതാണ് വിഷയം. അപ്പോൾ പിന്നെ എന്ത് വേണം? അയാൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അയാൾ നേടിയെടുക്കണമെങ്കിൽ ഇലാഹിയായ ഔദാര്യം എന്ന് പറയും. ഇലാഹിയായ ഔദാര്യം 2 തരത്തിലാണ് നേടാം. 1 ഇലാഹിനെ കർമ്മത്തിലൂടെ തൃപ്തിപ്പെടുത്തുക. 2 ഇലാഹിനെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടുവെന്ന് സമർപ്പിക്കുക. ഇലാഹിനെ കർമ്മത്തിലൂടെ തൃപ്തിപ്പെടുത്താൻ കഴിയൂല. ഇലാഹിനെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തിയാൽ അതിനേക്കാൾ വലിയൊരു തൃപ്തിപ്പെടുത്തലും ഇല്ല. മനസ്സുകൊണ്ട് ഇലാഹിനെ തൃപ്തിപ്പെടുത്തലാണ് പ്രശംസ. അതാണ് പ്രശംസയുടെ തത്വശാസ്ത്രം. കർമ്മം കൊണ്ട് ഇലാഹിനെ തൃപ്തിപ്പെടുത്താൻ കഴിയൂല. എന്തുകൊണ്ട്? കർമ്മമാവുന്നില്ല എന്നതാണ് കാരണം. ഞാൻ മുഹമ്മദ് മുസ്തഫ എന്ന ഏറ്റവും വലിയ കർമ്മി പറഞ്ഞ ഒരു വാക്ക് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പ്രശ്നം ഉണ്ടാവില്ല. എന്താ? യാ റബ്ബന മാ അബദ്നാക ഹഖ്ക ഇബാദതിക വമാ ദകർനാക ഹഖ്ക ദിക്രിക വമാ ശകർനാക ഹഖ്ക ശുക്രിക. എന്താ പറയേണ്ടത്? ലോകം കണ്ട ഏറ്റവും വലിയ കർമ്മത്തിന്റെ മാതൃകയായ കർമ്മി പറയുക. എന്താ പറയുന്നത്? നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വർത്താനം പറയണ്ട. കർമ്മത്തിൽ പൂർത്തീകരണം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ആ പദം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ആ പദം ഭയങ്കര നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. നിന്നെ ഓർക്കേണ്ട വിധത്തിൽ, പറയേണ്ട വിധത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിനക്ക് നന്ദി ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ നന്ദി ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ നിങ്ങൾക്ക് കർമ്മം കൊണ്ട് ഒപ്പിക്കാൻ കഴിയും? നമ്മുടെ കർമ്മം അതിന്റെ സമ്പൂർണതയിൽ എത്തുകയില്ലെന്ന് ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ.
ഒരാളും കർമ്മം കൊണ്ട് സ്വർഗത്തിൽ കിടക്കുകയേ ഇല്ല. أفأنت يا رسول الله وقال ولا أنا لن ينجو أحدكم بعمله. ഒരാളും അമല് കൊണ്ട് സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല. ലായഞ്ചൂന്നല്ല, ലെന്നും ലായും വ്യത്യാസമുണ്ട്. ലായഞ്ചു രക്ഷപ്പെടൂല. ലൻ യദ്ഖുല അഹദുക്കും ബിഅമലിഹി ലൻ യദ്ഖുല അഹദുക്കുമുൽ ജന്നത ബിഅമലിഹി. നിങ്ങളിൽ ഒരാളും കർമ്മം കൊണ്ട് സ്വർഗത്തിൽ കടക്കുകയേയില്ല. നിങ്ങളിൽ ഒരാളും കർമ്മം കൊണ്ട് രക്ഷപ്പെടുകയേയില്ല. അതായത് ഇമ്പോസിബിൾ, സംഭവിക്കേയില്ല. ഞാൻ കിടക്കൂല. ഇല്ല അല്ലാഹു റഹ്മത്ത് കൊണ്ട് മൂടിയാലല്ലാതെ എനിക്കും രക്ഷയില്ല. ഇലാഹി ഔദാര്യത്തിന് രണ്ട് വഴികൾ തേടാം. ഒന്ന് കർമ്മം കൊണ്ട്, പക്ഷെ കർമ്മം ഒരിക്കലും പൂർത്തിയായി എന്ന് പറയാൻ കഴിയില്ല. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അതിന്റെ അർത്ഥം. അപ്പോൾ കർമ്മം കൊണ്ട് പടച്ചവനെ തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും മനുഷ്യനെ കഴിയില്ല, ഒരിക്കലും. എന്തുകൊണ്ട്? നിനക്ക് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ ആയിട്ടില്ല. നിങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്കൊരു പരിധിയില്ലേ? അപ്പോൾ പിന്നെ ഇലാഹിയായ ഔദാര്യത്തിന് രണ്ട് വഴികളുണ്ട്. ഒന്ന് ഇലാഹിനെ കർമ്മത്തിലൂടെ തൃപ്തിപ്പെടുത്താൻ, രണ്ട് മാനസിക അംഗീകാരത്തിലൂടെ തൃപ്തിപ്പെടുത്താൻ. മാനസിക അംഗീകാരത്തിൽ തൃപ്തിപ്പെടുത്തുമ്പോൾ അവിടെ കർമ്മമില്ല, പകരം എൻ്റെ മനസ്സ് നിന്നെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഒരു പ്രകടനമാണ് അത്. അതിനാണ് പ്രശംസകൾ എന്ന് പറയുന്നത്. അവിടെ ഈ പ്രശംസയെ കർമ്മം, വേറെ കർമ്മമില്ല. പ്രശംസ എന്നാൽ എന്താണ്? എന്റെ മനസ്സ് നിന്നോടുള്ള അംഗീകാരത്തിൽ നിറഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കുക. അതാണ് എന്ത്? പ്രശംസ. അതല്ലാത്തത് കാപ്പട്യായിരിക്കും. കാപ്പട്യത്തിന് തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചിലപ്പോൾ മനസ്സിൽ നിറയാതെയും പ്രശംസിക്കും, അത് കാപ്പട്യമാണ്. കാപ്പട്യം ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ്. അല്ലാഹു കാക്കട്ടെ. നീ എത്രത്തോളം എന്ന് പറഞ്ഞാല് ഇതുപോലും പ്രശംസ. ഏത്? നിസ്കാരം കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു, പിന്നെ എന്ന് പറയുന്നത് പ്രശംസയാണ്. ഞങ്ങളെ കൊണ്ടാവില്ല, നിന്നെ കൊണ്ടേ ആവും. അത് എന്താണ്? അതൊരു പ്രശംസ. ഈ പ്രശംസ കൊണ്ട് എന്തുണ്ടാവും എന്നറിയോ? ഈ പ്രശംസ കൊണ്ട് വലിച്ചെണ്ണ നീട്ടും. എന്തിനെ? കർമ്മത്തെ, ഫ്രെയിം വരെ. ഒരു റബ്ബറിന്റെ പാളിയെ ഒരു ഫ്രെയിം തന്നു, ആ ഫ്രെയിമിൽ ഒതുക്കാൻ പറഞ്ഞു. സത്യത്തിൽ ഫ്രെയിമിന്റെ പകുതി വരെ പോലും ഈ റബ്ബറിന്റെ പാളിയില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യുക? താഴെ രണ്ട് സൈഡിലും രണ്ട് നൂലോ കയറോ കെട്ടിയിട്ട് എന്ത് ചെയ്യും? ഫ്രെയിം വരെ വലിച്ചെട കെട്ടും. അപ്പോൾ എന്തായി? ആ ഫ്രെയിമോളം ഇല്ലാത്തത് ഫ്രെയിമിനെ ഒപ്പിച്ചായി, അതിനെ വലിച്ചു നീട്ടുക. അതിനാണ് നൂല് വന്നത്. കർമ്മത്തിന്റെ നൂലാണ് എന്ത്? പ്രശംസ. അപ്പൊ ഫ്രെയിമിന്റെ അവിടെ കിട്ടും. എന്തുകൊണ്ട്? പ്രശംസയുണ്ട്. ദിക്റും സ്വലാത്തും എന്താണ്? ഫ്രെയിം വരെ കർമ്മത്തെ വലിച്ചു നീട്ടാനുള്ള മാർഗം. വലിച്ചു നീട്ടി. ഇപ്പൊ ഫ്രെയിമോളം എന്ത് വന്നു? കർമ്മം വന്നു. ഇതില്ലെങ്കിലോ അതവിടെ കിടക്കും. ഫ്രെയിമിനൊപ്പിച്ച് വസ്തുവിനനുസരിച്ച് ഫ്രെയിം ഇല്ലെങ്കിൽ ഫ്രെയിമിനൊന്നും പറ്റൂല. ഉണങ്ങുന്നതിന് മുമ്പ് ഒരു മരപ്പാളി കൊണ്ടുവന്ന് നമ്മൾ ഫ്രെയിമിലാക്കിയാൽ ക്രമേണ ഇത് ഉണങ്ങിയിട്ട് ചുങ്ങും. അപ്പോൾ പിന്നെ കാറ്റ് വന്നാൽ ഫ്രെയിം ആണെങ്കിൽ തന്നെ ഉണ്ടാവും, പക്ഷേ പലക ഒളിഞ്ഞിടും. അതുകൊണ്ടാണ് ഏത് ഫർണിച്ചറും എന്ത് ചെയ്യും? ചേറ്റിപ്പൂത്തിയ ശേഷം വെയിലത്തിടും. അത് ഫ്രെയിമിൽ ഒതുങ്ങിക്കണം, ഇല്ലെങ്കിൽ ചുങ്ങിയാൽ പിന്നെ ഫ്രെയിം നിർത്തിയിടും. അപ്പോൾ നമുക്ക് ഈ കർമ്മത്തെ, ചെറിയ ഒരു കർമ്മത്തെ ഫ്രെയിമോളം വലിച്ചിട്ടണം. അതിനെന്ത് വേണം? രണ്ടാൾ പ്രശംസിക്കണം. പ്രശംസിച്ചാൽ കഴിഞ്ഞ്, പ്രശംസിച്ചാൽ കഴിഞ്ഞ്. എന്റെ അതിനേക്കാൾ വലിയൊരു സംഗതിയില്ല. അതിനേക്കാൾ വലിയൊരു സംഗതിയില്ല. അതിലൂടെ എന്തായി? ഇവിടെ കർമ്മത്തെ കൊണ്ടുപോയിട്ട് ചെറിയ ഒരു കർമ്മത്തെ വലിച്ചത് നീട്ടി എന്തുവരെ? ഫ്രെയിം വരെ. അല്ലാതെ കർമ്മം കൊണ്ട് ഫ്രെയിമിൽ ഒപ്പിക്കാൻ കഴിയൂല. മുത്തുനബി പറഞ്ഞു, ഞങ്ങൾക്ക് അത്ര ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധക്കളത്തിൽ യുദ്ധവും കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങവേ സ്വഹാബികളിൽ ഒരാൾ ചോദിച്ചു,
മൻ അസ്റഅ മിൻഹും ഇലല്ലാഹ് മൻ അക്സറുഹും ലില്ലാഹി ദിക്റൻ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. കഴിഞ്ഞ് പ്രസംഗത്തിന് തെളിവ് പറഞ്ഞു. യുദ്ധം കഴിഞ്ഞ് ഷഹീദായി കിടക്കുക സ്വഹാബികൾ, അവർക്കിടയിലൂടെ വന്ന് എല്ലാം കഴിയുമ്പോൾ ഹബീബായ നബിയോട് സ്വഹാബികൾ ചോദിച്ചു, മൻ അസ്റഅ മിൻഹും ഇലല്ലാഹി യാ റസൂലല്ലാഹ്, ഇവരിൽ എത്രയും പെട്ടെന്ന് അല്ലാഹുവിങ്കിൽ എത്തിയത് ആരായിരിക്കും? എല്ലാവരും ഷഹീദാക്കണം, ശുഹദാക്കണം. ഇവരിൽ ആരാണ് എത്രയും പെട്ടെന്ന് അല്ലാഹുവിൽ എത്തിയത്? മൻ അക്സറു ലില്ലാഹി ദിക്റ. ഇവരിൽ ആർക്കാണോ കൂടുതൽ ദിക്റുള്ളത് അവരാണ് ഏറ്റവും ആദ്യം എത്തിയിട്ടുണ്ടാവുക. കാരണം അവർക്ക് ഫ്രെയിം നിർത്തിയിരിക്കും. മനസ്സിലായില്ലേ? ഇതിനേക്കാൾ വലിയ കർമ്മല്ലല്ലോ. സമർപ്പിച്ച അവസാനത്തെ സമർപ്പണമാണ് എന്ത്? ഷഹാദത്ത്. അതായത് യുദ്ധം ചെയ്യുമ്പോഴും പ്രശംസ വേണം. ഇവരിൽ അല്ലാഹുവിൽ ഏറ്റവും ആദ്യം എത്തിയ ആളായിരിക്കും. ഇവരിൽ ഏറ്റവും ആദ്യം അല്ലാഹു സ്വീകരിച്ചത് ആയിരിക്കും. അപ്പോൾ ഹബീബ് പറഞ്ഞു, മൻ അക്തറു ലില്ലാഹ് മൻ അക്തറു മിൻഹു ലില്ലാഹി ദിക്റാ. ഇവരിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഓതിക്കുള്ളത് അയാളായിരിക്കും. രാവും പകലും യുദ്ധക്കളത്തിലും ഓതിക്കൊണ്ടേയിരിക്കും. വമിൻഹും ഇക്രിമത്തു ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു. അബൂജഹലിന്റെ മകൻ ഇക്രിമ ദായിമൻ ദായിമൻ ദായിമു ദിക്റ ദായിമു ദിക്റ ദായിമു ദിക്റ ദായിമു ദിക്റ. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ആക്ഷേപിച്ചപ്പോൾ ഖുർആൻ ആയത്ത് ഇറങ്ങി. അതിലാണ് ഖുർആനിലെ ഗൗരവമായ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. ഗീബത്തിനെ പറ്റുന്ന ആയത്ത് ആ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്. ആരെ ആക്ഷേപിച്ചപ്പോ? സയ്യിദുനാ ഇക്രിമ എന്ന് പറയുന്ന മോനെ സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു ആരെ മകൻ? അബൂജഹലിന്റെ മകൻ. പക്ഷേ രോഗം കണ്ട മഹാനാ, ഖുർആനല്ലാത്ത ഒരു പണി ഉണ്ടാവില്ല. രാവും ഖുർആൻ ദിക്റും രാവും പകലും നെടുകാര്യം ഖുർആനോടിയാലും കരയും. യുദ്ധക്കളത്തിലാണെങ്കിലും ദിക്ർ ചൊല്ലി കരയും, ഖുർആനോടിച്ച് കരയും. യുദ്ധക്കളത്തിൽ തമ്പിലാണ്, യുദ്ധത്തിൽ വിശ്രമവേളയിൽ സ്വന്തം തമ്പിൽ കിടക്കുകയില്ല. നിസ്കരിക്കാൻ വേണ്ടി കെട്ടിയ ഷെഡിലല്ല ഇക്രിമ റളിയല്ലാഹു അൻഹു കിടക്കാറില്ല, അവിടെ താമസിക്കാം. സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു ദറജ കൊടുക്കണം. ഇവിടെ എന്താ? ഇവിടെ കർമ്മം, ചെറുതായ കർമ്മത്തെ നീട്ടുക. എതുവരെ? വരെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രശംസ, രണ്ടാളെ പ്രശംസ. അള്ളാഹുവിനെ പ്രശംസിക്കുമ്പോൾ അതിന് ദിക്ർ എന്ന് പറയും. മുത്തുനബിയെ പ്രശംസിക്കുമ്പോൾ സ്വലാത്ത് എന്ന് പറയും. അതിനെ നമ്മൾ പ്രയോഗം കുറെ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് കാര്യമുണ്ട്, കാര്യമില്ല, എന്തൊക്കെ നമ്മൾ പറയാം. അത് രണ്ട് പറയുള്ളൂ. ദിക്റും സ്വലാത്തും. എന്താ ദിക്റും സ്വലാത്തും വ്യത്യാസം? ദിക്റും സ്വലാത്തും വ്യത്യാസം എന്താ? അള്ളാഹുവിനെ പ്രശംസിക്കുന്നത് ദിക്റായും വ്യത്യാസം. രണ്ടും സത്യത്തിൽ ഒന്നാണ്. സ്വലാത്തു ദിക്ർ തന്നെയാണ്, സ്വലാത്തു ദിക്റാണ്. പക്ഷെ ഒരു വേർതിരിവുണ്ടായി. ഒന്ന് ഉടമക്കാരൻ, ഒന്ന് അടിമ. അപ്പൊ നമ്മൾ വാക്കൊന്ന് മാറ്റി. എന്ത്? ദിക്റും സ്വലാത്തും. ഒന്ന് അള്ളാഹുവിനെ പ്രശംസിക്കുക, ഒന്ന് മുത്തുനബി പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് തത്വശാസ്ത്രം. നിറഞ്ഞ് സ്വന്തത്തെ പ്രശംസിച്ചവനാണ് ഇബ്ലീസ്, സ്വന്തത്തെ മറന്നവനാണ് ആദം. റബ്ബനാ ളലംനാ അൻഫുസനാ. മഅസൂമായ നബിയാ പറയണത്. ഒന്നുമില്ല, എന്നാലും മഅസൂമായ നബി പറയുമ്പോൾ അങ്ങനെ പറയാ. കാരണം എന്താ? തെറ്റ് ചെയ്തിട്ടില്ല. മൂസാ നബിയും ആദം നബിയും ആലമുൽ അർവാഹിൽ കണ്ടുമുട്ടിയപ്പോ മൂസാ നബി പറഞ്ഞു ആദം നബിയോട്, എന്റെ വാപ്പ നിങ്ങൾ ആ പഴം തിന്നുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ഭൂമിയിൽ എന്തൊക്കെ ഫിറൗനൊക്കെ നിങ്ങൾ ആ പഴം തിന്നുകൊണ്ടാണല്ലോ ഈ ജാതി ഇടങ്ങറൊക്കെ ഉണ്ടാക്കിയതിന്റെ വാപ്പ. അപ്പോ ആദം നബി ചോദിച്ചു, അള്ളാഹു കിതാബ് തൗറാത്ത് എന്നുള്ള കിതാബ് അള്ളാഹു തന്ന എന്റെ മകനായ മൂസ എന്നെ അത് കിട്ടിയിട്ട് പിന്നെ തുറന്നൊക്കെ പൂട്ടി അട്ടത്ത് വെച്ചതായിരുന്നു. വായിച്ച എന്നെ പടക്കണിന്റെ കോടാനക്കോടി മുമ്പ് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അള്ള എഴുതി ശങ്കൂർമ്മൻ ലക്ഷ്യം എഴുതി കണ്ടിട്ടില്ല ലക്ഷ്യം ഉണ്ട്. അതൊക്കെ ഞാൻ പയന്നുകൊണ്ട് എഴുതിയതാണോ ലക്ഷ്യം. ഈ ആയത്ത് നോക്കിയിട്ട് ചില വിഡ്ഢികൾ പറയും അമ്പിയാക്കൾ കിസ്മത്തില്ല. കേരളത്തിന്റെ ആവും പകലും 100 കൊല്ലം ഇത് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. സംഘടന ആത്മീയമായി കുറ്റപ്പെടുത്തല, സ്വന്തം ആത്മാവിനെ കുറ്റപ്പെടുത്തുക, അത് നല്ലൊരു ലക്ഷണം. അബ്ബേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അക്രമേ ചെയ്തിട്ടുള്ളൂ. തിരിച്ചു ഭർത്താവ് പറയും കേട്ടോ, തിരിച്ചു ഭർത്താവ് പറയും. ഭാര്യ മരിക്കാൻ വരുമ്പോ നല്ല ഭർത്താവ് പറയും, ഇടക്കിടക്ക് ഭാര്യമാരോട് പറയണം, എന്ത് ക്ഷമിക്കണം കേട്ടാ, എന്റെ വാക്കിനും പ്രവൃത്തിയൊക്കെ തെറ്റുണ്ടല്ലോ, ഉണ്ടാവില്ലേ? സുബൈ നിസ്കരിച്ചാൽ ആദ്യം ഹബീബ റസൂലുള്ളാഹി ആദ്യം
ഭാര്യമാരെ കുടിപ്പിക്കും. സുന്ന കുടിക്കും. ശ്രബി കുടിക്ക്, നിങ്ങൾ കുടിക്ക്. ഇല്ല, ശ്രബിയാന്ത് കുടിക്കുക. കുടിക്കും. ഹബീബ നബി ഇങ്ങനെ നോക്കി നിൽക്കും. മദീന നബിയെ കുറച്ചും കൂടി. ഇനി മദീന നബിയെ അപ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? മുസ്തഫ. അപ്പോൾ ഞാൻ ആ പാലിന്റെ പാത്രം കുടിച്ചിട്ട് എന്റെ ബാക്കി ഹബീബ റസൂലുള്ളാഹി എന്നിട്ട് ആ പാൽപാത്രം ഒന്നിങ്ങനെ തിരിക്കും. ഞാൻ നോക്കി നിൽക്കും. എന്റെ ചുണ്ട് എവിടെയാണ് വെച്ചത്? അവിടെ ഹബീബ നബി ചുണ്ട് വെച്ച് കുടിക്കുന്നത് ഞാൻ നോക്കി നിൽക്കും. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം എന്റെ ചുണ്ടിന്റെ അംഗീകാരം. പ്രശംസ എന്നാൽ പ്രശംസ കൽബിൽ നിന്ന് വന്നാൽ നിറഞ്ഞു, കൽബിൽ നിന്ന് വന്നില്ലെങ്കിൽ കാപ്പട്യം ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. പക്ഷേ ദിക്റും സ്വലാത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്ത്? കാപ്പട്യം കൊണ്ട് ഒരു പരിധിക്കപ്പുറം ചെല്ലാൻ കഴിയില്ല. അത് പ്രശംസയുമല്ല, ദിക്റുമല്ല, സ്വലാത്തും. നേരെ മറിച്ച് ഹൃദയത്തിൽ ദിക്റും സ്വലാത്തും ഉണ്ടെങ്കിൽ ചൊല്ലിക്കൊണ്ടേ. പ്രശംസ കൊണ്ടല്ലാതെ പരിഹാരമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ പ്രശംസ എന്താണ്? അള്ളാഹുവിനെയും അള്ളാഹിന്റെ ഹബീബിനെയും പ്രശംസിക്കുക. അള്ളാഹുവിന് പ്രശംസയേക്കാൾ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംദിനെ ഇഷ്ടപ്പെടുന്ന, സ്വയം പ്രശംസ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്ന വേറൊരാൾ അള്ളാഹിനെ പോലെയില്ല എന്നാര് പറഞ്ഞിട്ടുണ്ട്? ആരെപ്പറ്റി? അള്ളാഹിനെ പറ്റി. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഒരാള് റസൂൽ അഷ്റാന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ ഇശ്റൂനാണ്. അതേ സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ സലാസൂനാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബ നബിയോട് പറഞ്ഞു, ഇങ്ങനെ കുറെ നേരമായിട്ട് അവിടുന്ന് 10 നിറഞ്ഞ്, പിന്നെ 20 നിറഞ്ഞ്, പിന്നെ 30 നിറഞ്ഞ്, ഞങ്ങൾക്കത് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ആൾ ചെല്ലിയ ദിക്റ് 10 വില്ല, രണ്ടാമത് ചെല്ലിയ ആൾക്ക് ചെല്ലിയതിന് 20 വില്ല, മൂന്നാമത് ചെല്ലിയ ആള് അൽഹംദുലില്ലാഹ് ചെല്ലിയത് അതിന് ഹബീബ നബി പറയാ, അൽഹംദുലില്ലാഹ് കൂലി കിട്ടുന്ന വേറെ ദിക്റ് ഇല്ല. പ്രശംസിക്കുക, നേരിട്ട് പ്രശംസിക്കുക. അള്ളാഹിന്റെ സാലിഹ്യങ്ങളൊക്കെ സദാസമയം പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. ശൈഖന്മാരൊക്കെ എപ്പോഴും അതേ പറയും, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട്? എന്റെ മനസ്സിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിർമ്മിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താണെങ്കിൽ എന്റെ മനസ്സിനറിഞ്ഞു, പ്രശ്നമൊന്നുമില്ല. എനിക്ക് എന്താണെങ്കിലും സുഖാണ്, സന്തോഷം. അപ്പോൾ എന്റെ പ്രശംസയൊന്നും പോവില്ല. നിങ്ങളിൽ ഒരാളും മരിക്കരുത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ള നേരത്തല്ലാതെ, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ള നേരത്തല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കരുത്. നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലല്ലാതെ നിങ്ങളിൽ ഒരാളും, ആ നേരത്തല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കരുത്. അപ്പോൾ മരിക്കുന്ന നേരത്തെ അള്ളാഹുവിനെ പറ്റി നല്ല വിചാരം ഉണ്ടാവണം. എപ്പോ മരിക്കണ എപ്പോ അറിയും? എപ്പോഴും പിന്നെ മരിക്കാല. അതിനൊരു അർത്ഥാണ് എന്ത്? സദാസമയം അള്ളാഹുവിനെ പറ്റി നല്ല വിചാരം ഉണ്ടായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാൾ മരിക്കരുത്. എന്തുകൊണ്ട്? നല്ല വിചാരത്തിലെല്ലാം മരിച്ചാൽ അവന്റെ കാര്യം പോക്ക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് പറയാനൊരു മടിയില്ല. എന്താ റബ്ബിനെ കൊണ്ട് കണ്ടുകെന്ന് അറിയില്ല. കഴിഞ്ഞല്ലോ, പറയണില്ലേ? പറയണില്ലേ? എന്താ ഇതിന്റെ റബ്ബ് എന്താ നമ്മളെ കൊണ്ട്, റബ്ബ് എന്താ എന്നെ കൊണ്ട് വിചാരിച്ച അറിയില്ല. നിങ്ങളിൽ ഒരാളും മരിക്കരുത്. അങ്ങനെ ഓർമ്മയെടുത്ത് പറഞ്ഞ അള്ളാഹുവിനെ പറ്റി നല്ല വിചാരത്തിന്റെ സമയത്തല്ലാതെ മരിക്കരുത്. അവിടെ അർത്ഥം, എന്റെ അർത്ഥം സദാസമയവും അള്ളാഹു നല്ല വിചാരിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ദാക്കിറാവും സ്വലാത്തിന് നിൽക്കില്ല സദാസമയവും. അപ്പൊ അള്ളാഹിനെ പറ്റി നല്ല വർത്താനാണ്. അതിന് പ്രശ്നമില്ലേ? തൂക്കിക്കൊല്ലാണെങ്കിൽ അൽഹംദുലില്ലാഹ്, തൂക്കിക്കൊല്ലാണെങ്കിലും അൽഹംദുലില്ലാഹ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ആപത്തിനെ തൊട്ട് അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ എത്ര പുഞ്ചിരിച്ച് തൂക്കുമരത്തിൽ കയറിയോളി. അങ്ങനെയാണ് ഇവന്റെ വിഷയം. ഹൈറാണ്, എന്നാണ് ഹൈറായിരിക്കും.
അള്ളാഹുവിനെ എതിരാക്കാൻ വേണ്ടി ഭരണാധികാരി ജനങ്ങളെ നിർബന്ധിച്ചു. ഒരിക്കൽ ജനങ്ങളെ മുന്നിൽ മുഴുവൻ തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞു. അവസാനം ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നു. അവളുടെ ഒക്കത്ത് മുറിയായ വലുതുമുണ്ട്, ഒരു മുല കുടിക്കുന്ന കുട്ടി ഒക്കത്തുണ്ട് കുട്ടുണ്ട്. അപ്പോൾ രാജകിങ്കരന്മാർ ഈ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണ് ഒന്നിരിക്കൽ രാജാവിനെ വിശ്വസിച്ച് അള്ളാഹിനെ ഒഴിവാക്ക്, അല്ലെങ്കിൽ തീച്ചാട്. അപ്പോൾ ഈ തീയിലേക്ക് നോക്കും, ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കും. എന്താ ഞാൻ വേണ്ടത്? അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് കുട്ടിനെ രക്ഷപ്പെടുത്താൻ ഞാൻ മരിക്കണല്ല. ഫഖാലൽ വലദു. അപ്പോൾ പ്രായമാകാത്ത കുട്ടി പറഞ്ഞു, ഉമ്മ ഉമ്മ ഉമ്മിനി ബില്ല, അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു. അതിന്റെ പുറത്തെ തീയൊഴുവാന്റെ അപ്പുറത്ത് സ്വർഗമാണ്. പ്രായമാകാത്ത സംസാരിക്കാനാകാത്ത കുട്ടി പറഞ്ഞു മനോട്. ആ വിഷയത്തിലാണ് സൂറത്ത് ഇറങ്ങി. ഏത് സൂറത്ത്? ബുറൂജ്. واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. ഈ സൂറത്ത് ആ വിഷയത്തിൽ ഇറങ്ങിയതാ. അല്ലാഹു നമുക്ക് നാഫിയായി തരട്ടെ. ചിന്തിക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നമ്മക്ക് ദുഃഖമില്ല, ഒക്കെ എന്നെ സന്തോഷം, സന്തോഷം. ലയമൂത്തുന്നാഹദുക്കും, നിങ്ങളിൽ ഒരാൾ മരിക്കരുത്. തന്നെ കൃത്യായി ഹദീസിന്റെ വചനം കൃത്യായി. ഇല്ലാ ഇല്ലാ വഹുവ യുഹ്സിനു വന്ന ബില്ലാ, നിങ്ങളിൽ ഒരാളും മരിക്കരുത്. ഇല്ലാ വഹുവ യുഹ്സിനു വന്ന ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് നല്ല വിചാരത്തിൽ അല്ലാതെ. എന്നോട് ഞാൻ നിസ്കരിക്കണ്ടേ നോമ്പെടുക്കണ്ടേ പറഞ്ഞിട്ട് കാര്യമല്ല. അതൊക്കെ ഭാഗമാകാത്ത എന്താണ് സാധനങ്ങളാ ഫ്രെയിമിലേക്ക് വലിച്ചു നീട്ടണമെങ്കിൽ ദിക്റുമാണ്. നമ്മൾ എത്ര നിസ്കരിച്ചാലും അള്ളാഹു കൽപ്പിച്ച ഫ്രെയിമിലേക്ക് പാകായി വരില്ല. അപ്പോൾ പിന്നെ നിസ്കാരത്തെ അള്ളാഹു വെച്ച ഫ്രെയിമിലേക്ക് വലിച്ചു നീട്ടലാണ് എന്ത്? ദിക്റാണ് കൊടുക്കുക. ദിക്റെന്താ? പടച്ചോനെ ഞാനൊന്നും ചെയ്തിട്ടില്ല, റബ്ബേ ഞാൻ മോശമാണ്. അപ്പൊ അവന്റെ വാക്ക്, അവന്റെ കൽബ് ഫ്രെയിമോളായി. രണ്ടാളെ പ്രശംസിക്കാതെ ഒരാൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല. അതാരാണ്? ഒന്ന് അള്ളാഹു ആണ്, ഒന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ. അതില്ലാതെ വിജയിക്കാനേ കഴിയില്ല. പ്രസംഗത്തിൽ 1-ാം ഭാഗം മുതൽ വരും. ഒരു മനുഷ്യന് ഈ ലോകത്തും പരലോകത്തും ആവശ്യമായത് സ്വയം നേടിയെടുക്കാൻ അവന് കഴിയില്ല. അപ്പോൾ പിന്നെ മറ്റൊരാളുടെ ഔദാര്യം വേണ്ടി വരും. ഈ ഔദാര്യം 2 വഴി കിട്ടും. ഒന്ന് ഇലാഹു വഴിയും, ഒന്ന് ശൈത്താൻ വഴി. ശൈത്താന് ഇലാഹ് കൊടുത്തന്നെ, പക്ഷേ ദുഷ്ടമാർഗത്തിൽ അവനത് ചെലവഴിക്കും. ഇലാഹിന് പൊരുത്തമില്ലാതെ പിശാചിട്ട്. അപ്പൊ 2 ഔദാര്യത്തിലെ വിഷയം നടക്കുള്ളൂ. മോനേരെ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, മറ്റവർക്ക് നടക്കണില്ലേ, എതിരാളികൾ നടക്കും. അത് എന്താണ്? പിശാചിന്റെ ഔദാര്യമാണ്, ഇലാഹിന്റെ പൊരുത്തല്ല. അപ്പൊ ഇലാഹി പൊരുത്തം വേണമെങ്കിൽ ഇലാഹിനെ തൃപ്തിപ്പെടുത്തണം. ശൈത്താന്റെ പൊരുത്തം വേണമെങ്കിൽ ശൈത്താനെ തൃപ്തിപ്പെടുത്തണം. ഞാൻ ചികിത്സാരികളത്ത് പോകുന്ന ആളുകളോട് കണിശമായി പറയാറുണ്ട്, അയാൾ സ്വലാഹിയത്ത് നോക്കണം, ഇല്ലെങ്കിൽ അയാൾ തമ്മടിയായിരിക്കും. എന്തുകൊണ്ട്? ഏത് ആത്മീയ ചികിത്സയും ഇലാഹി മാർഗത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഉടനെ സിഹറായിരിക്കും. സിഹറിന് ഒരു നിബന്ധന ഉണ്ട്, ഹറാമ് ചെയ്തിരിക്കും, അല്ലാതെ സിഹർ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ സിഹർ ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന പെണ്ണുങ്ങളിൽ 100% ദുരുപയോഗം ചെയ്യും. 99 100. അതിന് ഫന്നൊക്കെ കുറച്ച് അപ്പുറത്തെ ഫന്നാണ്, കുറച്ചുണ്ട്, അതിന് ഒരുങ്ങിയിട്ടത് പറയാൻ കഴിയില്ല. അള്ളാഹുവിനെയും റസൂലിനെയും പ്രേമിച്ച കള്ളിന്റെ കുപ്പി ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. കൈസേന്ന് പറഞ്ഞാൽ കള്ള് കൊണ്ട് നിറക്കപ്പെട്ട പാത്രത്തിനാണ് കേസ് എന്ന് പറയുക. ചായക്ക് കേസ് അറിയാം, മദ്യത്തിന്റെ ചഷകം അതാണ് കേസ്. ആരതായിരിക്കും? വലിയ മൂമിന്റെ കൈസ് മൂമിനല്ലല്ലോ, ധാരേതായിരിക്കും. പ്രേമത്തിന്റെ മദ്യചഷകം ഞാൻ ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നൊന്ന് അങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു.
മദ്യം തീർന്നില്ല, എനിക്ക് ദാഹം തീർന്നതുമില്ല. ഇത് മൻസൂർ ബിൻ ഹല്ലാജിന്റെ വീട്ട. ഈ മൻസൂറിനെയാണ് മുസ്ലിമീങ്ങൾ കൊന്നത്. അതിനെയാണ് പിന്നീട് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞത് കൊല്ലാൻ പാടില്ലായിരുന്നു, അദ്ദേഹം അല്ലാഹു ലയിച്ചു പോയ ആളാണ്. എന്തും പറയും. ഞാനുണ്ടായിരുന്നെങ്കിൽ ആ കൈ ഞാൻ പിടിച്ചു അല്ലാ കൊല്ലുന്ന അന്ന് ഞാൻ പറഞ്ഞില്ലേ, കൈയെടുക്കുന്നു പറഞ്ഞില്ലേ. ദിവ്യപ്രേമത്തിന്റെ മദ്യചഷകങ്ങൾ ഞാൻ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്നങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. മദ്യം തീർന്നില്ല, എന്റെ ദാഹം അടങ്ങിയതുമില്ല. എന്നെന്തിനാടാ ചോറും കഞ്ഞി? നിനക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞല്ലോ. എവിടെയോ കണ്ടത, എന്നോ കണ്ടതാ. പ്രേമത്തിന്റെ മദ്യചഷകം ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് എന്ന തരത്തിൽ ഞാൻ കുടിച്ചുകൊണ്ട് ഇരുന്നു. മദ്യം തീർന്നില്ല, എന്റെ ദാഹം അടങ്ങിയതുമില്ല. പ്രേമം പിണകിടുന്നറിഞ്ഞു. ഒരു സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന സുന്നി പള്ളിയുടെ പ്രസിഡന്റ് ഒരു സാലിയായ മനുഷ്യനോട് പറഞ്ഞു, അങ്ങനെ മൗലൂദ് ഓതാണ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ പണി നിർത്തണം. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ജോലി ഒഴിവാക്കാം. എന്ത് നിർത്തുക? മങ്കൂസോ അങ്ങനെ താളിയ സദസ്സിൽ ആരെ പറഞ്ഞു? മുജാഹിദാണ് ഞാൻ സമ്മതിക്കാം. എന്റെ വഹാബിയായ സുന്നിയത് അബ്ദുൽ ഫൂത്തി തങ്ങൾ അസ്ഹർ ചെന്നപ്പോൾ അദ്ദേഹം ഭയങ്കര അത്ഭുതപ്പെട്ടു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഇൽമ കേട്ടിട്ട് അവർ എന്റെ ഷെയ്ഖാണ് അമർ ഫൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖ്. അവർ അസ്ഹർ ചെന്നപ്പോൾ അവർ ആഫ്രിക്കയിലെ ഒരു നാട്ടിൽ രാജാവായിരുന്നു. എന്റെ മശായിഖന്മാരിൽ ഒരാളാണ് അമർ ഫൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അവര് ചെറിയാളൊന്നുമല്ല, അവരെന്റെ മശായിഖന്മാരിൽപ്പെട്ട ഒരാളാണ് ഉമർ ഫൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. പരിധിയില്ല പറയാൻ, അത്രയും പ്രശംസ പറയും. അദ്ദേഹം അസ്ഹറിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇൽമ പരിശോധിക്കാൻ അക്കാലത്തെ അസ്ഹറിന്റെ ഉലമാവ് തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ഇൽമങ്ങനെ പറഞ്ഞ് അസ്ഹറിലെ പണ്ഡിതന്മാർ ചോദിച്ചു വീണുപോയി. എന്നിട്ടും അദ്ദേഹത്തിന് മറുപടി അവസാനിച്ചില്ല. അപ്പോൾ അസ്ഹറിലെ പണ്ഡിതന്മാർ ചോദിച്ച്, നിങ്ങളെപ്പോലത്തെ ഏതെങ്കിലും ആളുകൾ ഇനി നിങ്ങളെ നാട്ടിൽ ഉണ്ടോ? പോലത്തെ ആളുകൾ നിന്റെ നാട്ടിലുണ്ടാവും. ഉമ്മാനെ പോലത്തെ ഒരു പെണ്ണ് എന്റെ നാട്ടിലുണ്ടാവില്ല. ഉമ്മാന്റെ വർക്കത്താണ് ഞാൻ. ഫൂത്തി തങ്ങള് ഞാൻ ആരാന്ന് വിചാരിച്ച് എന്റെ കയ്യിൽ കാണാത്ത വാൾ ഒരുപാടുണ്ട്. കണ്ട വാളങ്ങൾ ഇപ്പോഴും കണ്ടിട്ടില്ല. കാണാത്ത വാൾ ഒരുപാട് എന്റെ കയ്യിൽ. ഇതിന്റെ പകറല്ല, എന്റെ വല്യപ്പാന്റെ പകറാണ്. എന്റെ മശായിഖന്മാരിൽ ഒരാളാണ് ഫൂത്തി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മുസ്ലിം ലോകത്തെ അത്ഭുതമാണ്. 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജീവിച്ച കാലത്തിന്റെ 18-19 നൂറ്റാണ്ടുകളിൽ അസ്ഹർ ഷരീഫിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ പരിശോധിക്കാൻ അസ്ഹറിലെ പണ്ഡിതന്മാർ തീരുമാനിച്ച് എന്ത് ചോദിച്ചാൽ മറുപടിയാ അത്ര ചോദിച്ച അസ്ഹറിലെ പണ്ഡിതന്മാർ കുഴങ്ങി. അപ്പോൾ ഒരു ആലിം ചോദിച്ച നിങ്ങളെ പോലത്തെ ഒരു ആലിം ഇനി നിങ്ങളുടെ നാട്ടിൽ വേറെയുണ്ടോ? കിട്ടിയേക്കും. പെണ്ണിനെ ഞങ്ങൾ നാട്ടിൽ കിട്ടൂല. എന്റെ അപ്പോൾ പറഞ്ഞു, എന്റെ വാപ്പ 4ാമത്തെ കല്യാണം കഴിച്ചു. 4ാമത്തെ വളപ്പിൽ ഹട്ട് പോലത്തെ വീടുകൾ ആഫ്രിക്കയിലെ ചെറിയ ചെറിയ ഹട്ടുകൾ പോലത്തെ ചെറിയ കൂര പോലത്തെ വീടുകളാണ്. ഒരു ഭാര്യ അടുത്തടുത്ത് 4ാമത്തെ ഭാര്യക്കുള്ള വീടുണ്ടാക്കി അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോവാം. പുതുമണവാട്ടിയുമായി ബാപ്പ റൂമിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ബാപ്പ എന്റെ ഉമ്മാനെ വിളിച്ചു, പേര് വിളിച്ചു പറഞ്ഞു, ജിബ്രീൽ സിജാദ് എനിക്ക് നിസ്കരിക്കാനുള്ള മുസല്ല കൊണ്ടുവരുന്നു. എന്റെ ഉമ്മ നേരെ ഓടി മുസല്ലയും കൊണ്ടുവന്നു. ഉമ്മ മുസല്ലയും കൊണ്ടിട്ട് വീട്ടിൽ റൂമിന്റെ ഈ അട്ടിന്റെ വാതിലേക്ക് വന്നപ്പോഴത്തിന് കതൂങ്ങലിക്കൽ ബാബു വാതിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തിയാത്തായ ആ ഉമ്മ അവിടെ നിന്ന് സുജാതയും കൊണ്ട് അകത്ത് മധുപതി ആഘോഷം, പുറത്ത് കോരിച്ചിരുന്നു മഴ. എന്റെ ഉമ്മ നനഞ്ഞു. കാരണം ചെറിയ അട്ടല്ലേ,
ഇറയൊന്നുമില്ല, മഴ അങ്ങനെ കൊണ്ടു. നല്ല സുജാത മഴ കൊള്ളിക്കാതെ ഇങ്ങനെ പിടിച്ചിരുന്നു. തഹജ്ജുദിന്റെ നേരത്ത് പുറത്തിറങ്ങി വുളു എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് വാപ്പ. തന്റെ ശുദ്ധീകരണത്തിനും വുളു എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വാപ്പ ഇറങ്ങുന്ന നേരത്ത് ഇരുട്ടിൽ ഒരു രൂപം അങ്ങനെ നിൽക്കണ കണ്ടു. സൂറത്ത് മൻ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ ഭാര്യയാണ്. എപ്പോ മുതലാണ് അവിടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, നിങ്ങൾ എന്നെ സുജാതയും കൊണ്ട് വിളിച്ചത് മുതലാണ്. നിങ്ങളെ ഭാര്യയും കൊണ്ട് റൂമിൽ കയറിയതിനു ശേഷം നിങ്ങളെ വാതിൽ, ഞാൻ വന്നപ്പോഴത്തിന് വാതിൽ അടച്ചു പോയി. വാതിൽ തട്ടുന്നത് അടവുകേടാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ എപ്പോഴും നിങ്ങൾക്ക് നിസ്കരിക്കേണ്ടി വരുമല്ലോ, സുജാതയും കൊണ്ട് ഞാൻ പുറത്ത് കാത്തിരുന്നു. അപ്പോൾ ബാപ്പ പറഞ്ഞു, ഉപമയില്ലാത്ത ഒരാൺകുട്ടി നിനക്ക് ജനിക്കും, അത് ഈ രാത്രിയുടെ സമ്മാനമാണ്. അതാണ് ഉമറുൽ ഫൂട്ടി. ഉമറുൽ ഫൂട്ടി എന്റെ ശൈഖാണ് റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലായ തമാശ പറയല്ല, ഒരു ദർജ കൊടുക്കട്ടെ വിചാരിച്ചേ. നമ്മൾ നല്ല മഹത്വം, നമ്മളെ ഏൽപ്പിച്ചൊരു മഹത്വം ഇതല്ലേ. നിറയണം, കാൽപ്പാടുന്നറിയാം. ഇതിലെന്തില്ല, നിറവില്ലാത്തോട് തുറന്നൂല. നമ്മളോ ഏറെ ഒടുങ്ങിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു മൗലൂദ് ഓടിയാൽ തന്നെ മതി. കൊല്ലത്തിൽ 2 മങ്കൂസും അതിന് വളർച്ച ബിരിയാണി ആയ നമ്മൾ കഴിഞ്ഞ്. ബിരിയാണി ഇല്ലെങ്കിൽ അങ്ങോട്ട് ഓരൂല്ല. ആ കേസാണ് കുടിക്കണവർക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല. എന്റെ പ്രേമ അല്ലാഹുവിലും റസൂലിലുമുള്ള ദിവ്യ പ്രേമത്തിന്റെ ചഷകം എന്നെ കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു. മദ്യം തീർന്നില്ല. എന്റെ ദാഹം അടങ്ങിയതുമില്ല. എന്നെ കുടിപ്പിച്ചു അൽഹുബ്ബു പ്രേമം. ഓരോ ചഷകത്തിന് ശേഷവും മറ്റൊരു ചഷകവും. എന്താ? മദ്യപാത്രം എന്നല്ല, നിറഞ്ഞ മദ്യപാത്രത്തിന് കേസറിയുള്ളൂ. ശുദ്ധമായ മദ്യചഷകം, ദിവ്യ പ്രേമത്തിന്റെ നിറഞ്ഞ മദ്യചഷകം എന്നെ കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു. മദ്യം തീർന്നില്ല. തീർന്നില്ല. അശ്റാബ് മദ്യം. എന്റെ ദാഹം അടങ്ങിയതുമില്ല. അപ്പൊ അല്ലാഹുവിലും റസൂലിലുമുള്ള പ്രേമം ഒരാൾ കുടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവന്റെ ദാഹം അടങ്ങൂല. ഒരിക്കലും നമ്മള് പ്രേമിക്കണില്ല, അതുകൊണ്ട് നമുക്ക് ദാഹമില്ല, നമുക്കൊന്നുമില്ല, ദാഹിക്കണം എന്നൊന്നും അറിയില്ല. അതിന്റെ ബൈത്താണ് മൻസൂറുൽ ഹല്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലോക പ്രശസ്ത ഇസ്ലാമിക തത്വശാസ്ത്രത്തിന്റെ കിതാബാണ് ഇക്കം. അല്ലാഹുവിന്റെ ദർജകളൊക്കെ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഏറെ സമർപ്പിച്ച മഹാന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി. ദിവ്യ പ്രേമങ്ങൾ കേറി കഴിഞ്ഞാൽ അതിന് അവസാനം എത്ര ചൊല്ലിയാലും മതിയാവൂല. മദ്യം തീർന്നില്ല. എന്റെ ദാഹം അടങ്ങിയതുമില്ല. എന്റെ ഇങ്ങനെ ഇറങ്ങുന്നതായിട്ട് പിന്നെ അവസാനം ഉണ്ടാവില്ല. പിന്നെ ഒരു ഷുഹൂദിലോ ഹുദൂറിലായിരിക്കും, ഒരു വൈബത്തും ഉണ്ടാവില്ല. ഒക്കെ ഷുഹൂദില, എല്ലാം ഷുഹൂദില. ഒക്കെ മുത്തിന് മുഹമ്മദ് നേരിട്ട ഒക്കെ ഷുഹൂദ. വൈബത്ത് അവർക്കില്ല, എല്ലാം ഷുഹൂദില. ഇവർ സ്വർഗത്തിലെത്തിയാൽ പോലും ഒരു സെക്കൻഡ് അള്ളാഹുവിനെ റസൂലിനെ കണ്ടിട്ടില്ലെങ്കിൽ കാര്യം നിനക്കൾ നല്ല നരകം നിറയും. അല്ലാഹു തആല ഈ ഹുബ്ബ് നമ്മളെ ഖൽബിൽ കയറ്റി തരട്ടെ. അല്ലാഹു ഈ ഹുബ്ബ് നമ്മളെ ഖൽബിൽ കയറ്റി തരട്ടെ. പേടിക്കണം. ഞാനും നന്നാവണം, നാന്റെ പൊരുത്തത്തിലാകണം. ജനങ്ങൾ ഒരു മുമ്പേ ഗമിക്കുന്ന ഗോകൂട്ടന്റെ പിന്നെ ഗമിക്കും ബഹുഗോക്കളല്ല എന്ന് പറയുന്ന പോവുകയാണ്. എന്നും പറ്റൂല, നേരായ വഴിക്ക് പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ്. ദുനിയാവ് നശ്വരമാണ്, ദുനിയാവ് നശ്വരമാണ് ജനങ്ങളെ, ദുനിയാവ് നശ്വരമാണ്. അതുകൊണ്ട് അല്ലാഹുവിലും റസൂലിലുമുള്ള പൊരുത്തമല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. സ്വലാത്തു താജിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞു എന്ത് സ്വലാത്തും ദിക്റും സ്വലാത്തും വാജിബ് അല്ലെങ്കിലും വാജിബാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ നമുക്ക് അല്ലാഹുവിനെ അറിയൂല. നമ്മൾ ഏറെ പ്രശംസിക്കപ്പെടേണ്ട ആളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. മുത്ത് നബിയെ പ്രശംസിച്ചാൽ പ്രശംസിച്ചാൽ തന്നെയാ, അല്ലാഹ് തന്നെയാ. കാരണം നബി വന്നല്ല, അല്ലാഹ് അയച്ചതാ. നിങ്ങൾ
അവിടെ വന്ന പഞ്ഞി ബാക്കിയൊരു പണി ഞാൻ ഏൽപ്പിച്ചു. അങ്ങനെയല്ല, വമാ അർസൽനാക ലമാ അതൈത ഇലൈഹിം, നിങ്ങളെ പണികൾ ഇട്ടോളി. വമാ അതിന് മാത്രം അല്ലാഹു അയച്ചതാണ്, അല്ലാഹു അയച്ചതാണ്, റബ്ബിന്റെ പ്രതിനിധി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈ പ്രതിനിധിയിൽ എന്ത് മഹത്വം കണ്ടാലും അല്ലാഹുവിനാണ്, ഈ പ്രതിനിധിയിൽ എന്ത് മോശം കണ്ടാലും അതും അല്ലാഹുവിനാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കരുത്. എപ്പോഴും തൗഫീഖ് തരട്ടെ. നാവ് പറയണമെങ്കിൽ എന്ത് വേണം? അവരിൽ നിന്ന് സമ്മതം കിട്ടാതെ ഒരു കഥമു ഞാൻ എടുത്തു വെക്കാറില്ല. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. ഞാനൊരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ മശായിഖന്മാരോട് ചോദിക്കാറുണ്ട്, ഞാൻ ചെയ്യണോ വേണ്ടേ? നാട്ടുകാർ മുഴുവൻ എന്നെ ആക്ഷേപിക്കും, ഞാൻ ചെയ്യണോ വേണ്ടേ? നിങ്ങൾ നിന്റെ ഇടത്തുണ്ട്, നിന്റെ വലത്തുണ്ട്, നീ അല്ലാതെ ആരടാ പറയാ എന്ന് പറഞ്ഞിട്ടല്ലാതെ ഈ അടുത്ത കാലത്തിന് വേറെ ഞാൻ പറഞ്ഞിട്ടില്ല. വല്ലാഹി 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 ثم والله ثم والله اللهم صل على سيدنا محمد والآل والصحابة سلم.